കായംകുളം കായലിൽ 80 വയസ്സുള്ള വൃദ്ധയായ സ്ത്രീയുടെ മൃതദേഹം കല്ലുകെട്ടി താഴ്ത്താൻ ശ്രമിച്ചത് അവിടെ പൊങ്ങി സഞ്ചരിച്ചതായിട്ട് നമ്മൾ കണ്ടു. അവരെ കനകക്കുന്ന്, എറണാകുളം കനകക്കുന്ന് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ താമസിക്കുന്ന തങ്കമ്മ എന്ന സ്ത്രീയാണെന്ന് തിരിച്ചറിഞ്ഞു. എന്താണ് സംഭവിച്ച തങ്കമ്മയ്ക്ക്? എങ്ങനെയാണ് ഈ ഡെഡ് ബോഡി കായംകുളം കായലിലൂടെ വന്നു ചേർന്നത്? തങ്കമ്മയുടെ വീട് എറണാകുളമാണ്, കനകക്കുന്ന് പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലായതുകൊണ്ട് പോലീസ് ആളെ തിരിച്ചറിഞ്ഞപ്പം തങ്കമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞ അയൽവക്കംകാരുടെ പരാതിയിലും മറ്റും പോലീസ് ഉണർന്നിരുന്നു. അവർ ഒരു മിസ്സിങ്ങിന് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് ഈ ബോഡി കായംകുളത്ത് കണ്ടത്. കുറേ ദിവസങ്ങൾ 2-3 ദിവസങ്ങളായിട്ട് തങ്കമ്മയുടെ വീട്ടിൽ തങ്കമ്മയെ കാണാനില്ല എന്ന് അയൽവക്കംകാർക്ക് മനസ്സിലായി. ഒറ്റയ്ക്കാണ് തങ്കമ്മ താമസിക്കുന്നത്. തങ്കമ്മയുടെ കഴുത്തിലും കയ്യിലുമൊക്കെ സ്വർണ്ണാഭരണങ്ങളുണ്ട്, മോതിരമുണ്ട്, കമ്മലുണ്ട്. ഒറ്റയ്ക്കാണ് താമസം. എന്തായാലും പോലീസ് ഈ ഡെഡ് ബോഡി കണ്ട് അത് തങ്കമ്മയുടെ അന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പം അന്വേഷണം ശക്തമാക്കി. ആ വീടിൻ്റെ പരിസരത്തുള്ളവരെയൊക്കെ ചോദ്യം ചെയ്തു. 5 പേരെ ആ ചുറ്റുവട്ടത്തുള്ള പുരുഷന്മാരെ ചോദ്യം ചെയ്തപ്പം പ്രകാശൻ എന്നൊരാളുടെ മൊഴിയിലൊക്കെ അല്പസ്വല്പം വൈരുദ്ധ്യങ്ങൾ അവർ കണ്ടു. പ്രകാശനെ പിന്നെ കനകക്കുന്ന് പാലസ് പോലീസ് അധികൃതർ കൂടുതൽ ചോദ്യം ചെയ്ത് ശക്തമായ ചോദ്യം ചെയ്ത് അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അയാൾ കുറ്റം സമ്മതിച്ചു. അയാൾ പറഞ്ഞ കഥയനുസരിച്ച് തങ്കമ്മ ഈ കൊല്ലുന്ന അല്ല മരണപ്പെടുന്ന രാത്രിയിൽ അന്ന് പകൽ രാവിലെ അയൽവക്കത്തുള്ള പ്രകാശൻ എന്ന ആളെ വിളിച്ചു. എൻ്റെ ഒരു ഗ്യാസ് ഊറ്റി എടുത്ത് അടുക്കളയിൽ വെച്ച് തരണം. അയാൾ രാവിലെ ചെന്ന് 50 വയസ്സുള്ള പ്രകാശൻ ആ കുച്ചിയെടുത്ത് അടുക്കളയിൽ വെച്ച് അവരുടെ സൗകര്യം അവർ പറഞ്ഞ പോലെ വെച്ച് കൊടുത്തു. ഗ്യാസ് ഊറ്റി അവർക്ക് ഗ്യാസ് കത്തിക്കാനായിട്ട് ഗ്യാസ് തീർന്ന് മറ്റൊരു കുറ്റി എടുത്ത് വെക്കാനായിട്ട് 80 വയസ്സുള്ളത് കൊണ്ട് അയൽവക്കംകാരനെ വിളിച്ചു. അയാൾ അത് വെച്ച് കൊടുക്കുകയും ചെയ്തു. വെച്ച് കൊടുത്തപ്പോഴാണ് അയാൾക്ക് ചില ദുരുദ്ദേശങ്ങൾ മനസ്സിൽ തോന്നിയെന്ന് തോന്നുന്നു. രാത്രി നല്ല മഴയുള്ള സമയത്ത് ആ വീട്ടിൽ ചെന്നു. തങ്കമ്മ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ തലയണ ഉപയോഗിച്ചിട്ട് കഴുത്തെ പിടിച്ച് അവരെ കട്ടിലിൽ കിടത്തി മുഖത്ത് തലയിണ അമർത്തി അവരെ ശ്വാസം മുട്ടിച്ച് കൊന്നു. അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന വളകൾ ഊരിയെടുത്തു, മോതിരം ഊരിയെടുത്തു. പ്രകാശന് സാമ്പത്തികമായി വലിയ പ്രശ്നങ്ങൾ വന്നു. പിടിച്ചിരിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഈ ഒരു അമ്മച്ചിയുടെ കയ്യിൽ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്താൽ ഇതെനിക്ക് തൽക്കാലം പറഞ്ഞു നിൽക്കാം എന്ന് കരുതി. അത് തന്നെയല്ല, അമ്മച്ചിയെ കൊന്നിട്ട് കായലിൽ കൂടെ ആ മൃതദേഹം ഒഴുക്കി വിട്ടാൽ അത് കായലിൽ എവിടെയെങ്കിലും പോയി ചീഞ്ഞഴുകി താന്നോളും, തന്നെ പിടിക്കില്ല എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പം രാവിലെ ഗ്യാസ് ഊറ്റി എടുത്ത് വെച്ച കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്നു. അങ്ങനെ പിടി വീണപ്പം കുറ്റം സമ്മതിച്ച് അയാൾ ആ തങ്കമ്മ എന്ന 80 വയസ്സുകാരിയെ കൊന്നിട്ട് അവരുടെ കയ്യും കാലും തോർത്തുകൊണ്ട് കെട്ടി. പിന്നീട് അയാൾ ഒരു കയറ് ഉപയോഗിച്ചിട്ട് നെഞ്ചിലും കഴുത്തിലും കയ്യിലുമൊക്കെ കല്ലുകൾ കെട്ടിവെച്ചു. അതിനുശേഷം കായലിൽ ഒഴുക്കി. എനിക്ക് തോന്നുന്ന കനകക്കുന്നിൻ്റെ അവിടെ നിന്ന് ഒഴുകി വന്നിരിക്കാം കായംകുളം കായലിലേക്ക് എന്ന് കരുതുന്നു. അതോ ഇയാൾ മറ്റേതെങ്കിലും മാർഗത്തിൽ അവിടെ കൊണ്ടിട്ടോ, അതിനുള്ള സാധ്യത കുറവാണ്. അവിടെ നിന്ന് ഒഴുകി വരാനുള്ള സാധ്യതകൾ ഈ കായൽ തീർച്ചയായിട്ടും ആ വഴി കൊച്ചി ചെന്ന് ചേരുന്നുണ്ട്. അതുകൊണ്ട് കായലിൽ കൂടെ തന്നെ ഈ മഴ സമയത്ത് ഒഴുകി വന്നിരിക്കാം, അതിനാണ് സാധ്യത കൂടുതൽ. എന്തായാലും ആ ഭാഗത്തെപ്പറ്റി കൃത്യമായിട്ട് പോലീസൊന്നും പറയുന്നില്ല. ഏതായാലും അത് അവിടുന്ന് ഒഴുകി ഇവിടെ വന്നു. നാട്ടുകാർ ഇത് കണ്ടു. അപ്പം തന്നെ എറണാകുളത്ത് മിസ്സായ ഒരു 80 വയസ്സുള്ള അമ്മച്ചി ഉണ്ട് എന്ന് മനസ്സിലാക്കി അവർ വന്ന് തിരിച്ചറിഞ്ഞു. ഏതായാലും കുറ്റം സമ്മതിച്ച അയാൾ അവിടുന്ന് മോഷ്ടിച്ചെടുത്ത അവരുടെ കയ്യിലെ വളകൾ, മോതിരം
അതൊക്കെ പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് അമ്മച്ചിയുടെ കഴുത്തിലെ മാല, കമ്മൽ അത് ഊരി അവർ കിടക്കുന്ന ബെഡിൻ്റെ തലയണയ്ക്കടി വെച്ചിരുന്നു. അത് ഈ അയൽവക്കംകാരൻ പ്രകാശൻ കണ്ടില്ല. തപ്പി നോക്കിയായിരിക്കാം. എന്തായാലും അവരുടെ തന്നെ തലയണ ഉപയോഗിച്ചിട്ടാണല്ലോ സ്മോദർ ചെയ്ത് അവരെ ശ്വാസം മുട്ടിച്ച് കൊന്നത്. അതുകൊണ്ടായിരിക്കാം കട്ടിലെ തലയണയ്ക്കടിയിലെ ഭാഗം അയാൾ ശ്രദ്ധിക്കാതിരുന്നത്. ഏതായാലും അത് ഇയാൾക്ക് ലഭിച്ചില്ല. അതവിടെ തന്നെ ഇരിപ്പുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. ഏതായാലും ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇതുപോലെയുള്ളവർക്കിടയിൽ പണമുണ്ടെന്നറിഞ്ഞാൽ, ആഭരണങ്ങൾ, സ്വർണ്ണാഭരണം ഉണ്ടെന്ന് കഴിഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റം ആണെന്ന് അറിഞ്ഞുകൊണ്ട് താൻ പിടിക്കപ്പെടില്ല എന്നൊക്കെ കഴിയുന്ന ചില വിദ്വാന്മാർ ഇതുപോലുള്ള മർഡറുകൾ ചെയ്യുന്നത് നമുക്ക് കാണാം. 80 വയസ്സുള്ള ആ സ്ത്രീയുടെ മക്കൾ രണ്ടുപേരും അവർ വെളിയിലാണ് താമസിക്കുന്നത്. അവർ വന്നാണ് അമ്മയെ കണ്ടില്ല എന്ന് തിരിച്ചറിഞ്ഞത്. ഏതായാലും ഒറ്റയ്ക്ക് താമസിക്കുന്നവർ വളരെ സൂക്ഷിക്കണം. കാരണം ഈ പണം ലഭിക്കാനായിട്ടും പണം ആഗ്രഹിക്കുന്ന പല ആൾക്കാരും ഇങ്ങനെയൊക്കെ ചിന്തിച്ച ആളെ കൊന്ന് പണം എടുത്തുകൊണ്ട് പോയാൽ പിടിക്കപ്പെടില്ല എന്നാണ് അവരുടെയൊക്കെ ധാരണ. ഏതായാലും പ്രകാശൻ 50 വയസ്സേ ആയുള്ളൂ. ഏതായാലും ശിഷ്ടകാലത്ത് ജയിലിൽ കിടക്കാം എന്നാണ് ഞാൻ കരുതുന്നത്.